സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. ഇന്ന് 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഓറഞ്ച് അലർട്ട് എന്ന് പറഞ്ഞാൽ അതിശക്തമായ മഴ പെയ്യുന്നു എന്നതിന്റെ മുന്നറിയിപ്പാണ് ഓറഞ്ച് അലർട്ട്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. യെല്ലോ അലർട്ട് എന്ന് പറയുമ്പോൾ മഴയ്ക്ക് കുറച്ചുകൂടി ശക്തി കുറവാണ്. പക്ഷേ എങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുമെന്നതാണ് ആ മുന്നറിയിപ്പും പറയുന്നത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് ഈ മഴയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് ഷീജ നമ്മളോടൊപ്പം ചേരുകയാണ്. മഴയുടെ സമഗ്ര വിവരങ്ങൾ പങ്കുവയ്ക്കാനായി നോക്കാം എന്തൊക്കെയാണ് മഴയുമായി ബന്ധപ്പെട്ട് ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ, മുന്നറിയിപ്പുകൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന്. ഷീജ, ഗുഡ് മോർണിംഗ്. ഷീജ, ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. 2 ദിവസം കൂടി ഈ സാഹചര്യം സംസ്ഥാനത്തുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണല്ലേ. അതോടൊപ്പം തന്നെ 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മഴക്കെടുതി വിലയിരുത്താൻ ഇന്ന് ക്യാബിനറ്റ് ചേരുന്നുമുണ്ടല്ലേ. ഗുഡ് മോർണിംഗ് മനു. തീർച്ചയായും ഏതായാലും സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിലും കൂട്ടിച്ചേർക്കാനുള്ളത്. ഇപ്പോഴും പലയിടങ്ങളിലും അതിശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. 9 ജില്ലകളിലാണ് മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓറഞ്ച് അലർട്ട്, അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പുള്ളത്. അത് തെക്ക് നിന്ന് നോക്കുകയാണെങ്കിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, അതിനുശേഷം കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റ് 5 ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ഇവിടെ യെല്ലോ അലേർട്ട് ആണെങ്കിൽ പോലും മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓറഞ്ച് അലർട്ടിന് സമാനമായ രീതിയിലുള്ള മഴ ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. ഏതായാലും സംസ്ഥാന വ്യാപകമായി തന്നെ മഴ എല്ലായിടത്തും ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. തലസ്ഥാനത്തൊക്കെ ഇപ്പോൾ ഒരു മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷെ മലയോര മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായ മഴ ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പൊഴിയൂർ മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള തീരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം എല്ലാ തീരദേശ മേഖലയിലുള്ളവരും എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും പറയുന്നത്. നിലവിലിപ്പോൾ കടൽ പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. കാറ്റിന്റെ വേഗത കൂടി നിൽക്കുന്നു. 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലയിൽ പ്രത്യേകിച്ചും മത്സ്യബന്ധനത്തിന് 6-ാം തീയതി വരെയും വിലക്കേർപ്പെടുത്തിയിട്ടുള്ള ഒരു സാഹചര്യം അത് തുടരുകയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മലയോര മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പലയിടങ്ങളിൽ നിന്ന് വ്യാപകമായി തന്നെ മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിലുള്ളവരും അതേ രീതിയിൽ തന്നെ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് അറിയിപ്പിൽ പറയുന്നത്. മറ്റൊന്ന്, ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ആ രീതിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ജനങ്ങൾ കൂടുതലായി അത്തരത്തിലുള്ള യാത്രകൾ ഒഴിവാക്കണം എന്നുള്ളൊരു നിർദ്ദേശം അത് തന്നെയാണ് അതാത് ജില്ലാ ഭരണകൂടങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. നിലവിൽ ഏതായാലും ഈ വിഷയങ്ങൾ സമഗ്രമായ രീതിയിൽ തന്നെ പ്രത്യേകിച്ചും പത്തനംതിട്ട, ആലപ്പുഴ മേഖലകളിലൊക്കെ ഇപ്പോഴും വെള്ളം പൂർണ്ണമായും ഇറങ്ങാത്തൊരു സാഹചര്യമുണ്ട്. അതിന് കാരണം ഇപ്പോഴും അവിടെ മഴ തുടരുന്നൊരു പശ്ചാത്തലമാണ്. ആറന്മുളയിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും തിരുവല്ലയിൽ ഇപ്പോഴും വെള്ളക്കെട്ട് ആ രീതിയിൽ നിലനിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒരു സംസ്ഥാന വ്യാപകമായി ഈ മഴക്കെടുതി ഏതൊക്കെ തരത്തിലുള്ള വിപത്താണ്, നാശമാണ് വിതച്ചിട്ടുള്ളത് എന്നത് സംബന്ധിച്ചുള്ള ഒരു സമഗ്രമായ പരിശോധന ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആദ്യമായി ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും പ്രദേശങ്ങളിലേക്കും സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹം വ്യക്തമാക്കിയത് ഈ കൃഷിനാശം അടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്ത ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ സമഗ്രമായ രീതിയിൽ തന്നെ ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ സമഗ്രമായി പരിശോധിച്ച് അതിലുള്ള തുടർ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് മഴ ഈ രീതിയിൽ തന്നെ വരുന്ന ദിവസങ്ങളിലും തുടരും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന അറിയിപ്പ്. മനു. ശരി ഷീജ. ഒപ്പം തന്നെ ഷീജ, ഇപ്പോൾ ഈ കടൽ മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തിരുവനന്തപുരത്ത് നിന്നും മത്സ്യത്തൊഴിലാളികളെയൊക്കെ കാണാതായ സംഭവമുണ്ടല്ലോ. കടൽ ഇപ്പോൾ വിഴിഞ്ഞത്ത് നിന്നും അതുപോലൊപ്പം തന്നെ മുതലപ്പൊഴി ഭാഗത്തു നിന്നുമൊക്കെയുള്ള മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവമുണ്ട്. അതിൽ തിരച്ചിൽ വൈകിയെന്ന ഗൗരവതരമായ ആക്ഷേപം ആ കുടുംബങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തീരദേശ മേഖലയിൽ തിരച്ചിൽ നടക്കുന്നുണ്ടോ? എന്താണ് നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ കഴിയുന്നത്? ഒരു വ്യക്തത ലഭ്യമായിട്ടുണ്ടോ ഷീജ?
പ്രധാനമായും മനു രണ്ടുപേരുടെ മൃതദേഹങ്ങളാണ് ഇനിയിപ്പോൾ ലഭിക്കാനുള്ളത്. കാരണം ഇവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ വളരെ വൈകി. വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് രണ്ടുപേർ, കോവളത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിലുണ്ടായിരുന്ന രണ്ടുപേർ, അതോടൊപ്പം തന്നെ മുതലപ്പുഴയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയതിൽ രണ്ടുപേർ, ഇങ്ങനെയാണ് കാണാതായിട്ടുണ്ടായിരുന്നത്. ഇതിൽ രണ്ടുപേരുടെ മൃതദേഹമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ പോലും തെരച്ചിൽ ആരംഭിക്കുന്നതിന് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും വലിയ തരത്തിലുള്ള കാലതാമസം ഉണ്ടായി എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ തന്നെ വ്യക്തമാക്കുന്നത്. അതേ തുടർന്നാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തോതിലുള്ള പ്രതിഷേധം. ആദ്യ ദിവസങ്ങളിൽ മുതലപ്പുഴ കേന്ദ്രീകരിച്ചായിരുന്നു പ്രതിഷേധമെങ്കിൽ അതിനുശേഷം കഴിഞ്ഞ ദിവസം ഇന്നലെ വിഴിഞ്ഞത്ത് ഫിഷറീസ് ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം തന്നെയാണ് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് ഏതായാലും സർക്കാരിന്റെ ഭാഗത്ത് നിന്നും വലിയ അനാസ്ഥ തുടരുന്നു. ഇപ്പോഴും ആരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അതിപ്പോൾ മുതലപ്പുഴയാകട്ടെ അല്ലെങ്കിൽ വിഴിഞ്ഞമാകട്ടെ, സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഇതിന്റെ ഈ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി പോലും ഇങ്ങോട്ടേക്ക് ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ ഈ തെരച്ചിൽ ഊർജിതമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി അത് വളരെ വൈകിയാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്.